നമസ്കാരം. IPL-ലെ ക്ലാസിക് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെന്നൈ മുംബൈ പോരാട്ടം ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയപ്പോൾ അത് മഞ്ഞപ്പടയുടെ ഏകപക്ഷീയമായ വിജയമായി മാറി. ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദും മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയും നേർക്കുനേർ വന്നപ്പോൾ ആരാധകർക്ക് ലഭിച്ചതിന്ന് ഒരു സഞ്ജു സാംസൺ ഷോയായിരുന്നു. ടോസിന്റെ ഭാഗ്യം മുംബൈക്കൊപ്പമായിരുന്നുവെങ്കിലും കളി അവസാനിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചത് ചെന്നൈയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്നിംഗ്സിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ കംപ്ലീറ്റ് ഡോമിനേഷൻ എന്ന് പറയുവാൻ കഴിയും. ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ആദ്യം പന്തെറിയുവാൻ തീരുമാനിക്കുന്നു. ചെന്നൈ നിരയിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് MS ധോണി തിരിച്ചു വരും എന്നായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഇന്നും വിക്കറ്റ് കീപ്പർ. ധോണി ഇമ്പാക്ട് പ്ലെയറായി ലിസ്റ്റിലുണ്ടായിരുന്നുവെങ്കിലും കളിക്കളത്തിലേക്ക് ഇറങ്ങിയില്ല. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്ക് തുടക്കം അല്പം പതർച്ചയുള്ളതായിരുന്നു. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് വേഗത്തിൽ തന്നെ പുറത്തായി 22 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. സർഫറാസ് ഖാൻ 14 ശിവൻ ദുബെ 5 റൺസുമായി പുറത്തു പോയപ്പോൾ ഒരു വലിയ സ്കോറിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് ആരംഭത്തിലേ തോന്നിച്ചു. പക്ഷെ പിന്നീട് കണ്ടത് സഞ്ജു സാംസൺ എന്ന ക്ലാസിക് താരത്തിന്റെ വിശ്വരൂപമാണ്. മുംബൈ ബൗളർമാരെ സ്റ്റേഡിയത്തിന്റെ നാനാഭാഗത്തേക്കും സഞ്ജു പറത്തിയടിക്കുന്ന കാഴ്ച. വെറും 54 പന്തുകളിൽ നിന്ന് 101 റൺസ്, 10 ഫോറുകളും 6 വമ്പൻ സിക്സുകളും ആ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. സഞ്ജുവിന്റെ മാസ്മരിക പ്രകടനത്തിന്റെ മുമ്പിൽ മുംബൈ ബൗളർമാർക്ക് ഒരു തരത്തിലും കൺട്രോൾ കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഒരു ഓവറിൽ സഞ്ജു അടിച്ചത് 3 ഫോറും 1 സിക്സുമാണ്. ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന പ്രകടനം. ഈ സീസണിലെ സഞ്ജുവിന്റെ 2ാമത്തെ സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത്. സഞ്ജുവിന്റെ വീഴ്ച കാണുവാൻ കാത്തിരുന്ന മലയാളികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. വേൾഡ് കപ്പിൽ ഗംഭീരമായ പെർഫോമൻസോടുകൂടി കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടും സഞ്ജുവിനെ അംഗീകരിക്കുവാൻ ഇവിടുത്തെ ക്രിക്കറ്റ് വിദഗ്ധരായ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. IPL-ലെ ആദ്യ 1-2 കളികളിൽ സഞ്ജു പരാജയപ്പെട്ടപ്പോഴേക്കും അയാൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ അല്ല. പണ്ടങ്ങോ ഒരു ചക്ക വീണപ്പോൾ മുയല് ചത്തു എന്ന് പറഞ്ഞ് എപ്പോ ചക്ക വീണാലും മുയല് ചത്തുകൊണ്ടിരിക്കും എന്ന് ചിന്തിക്കരുത് എന്ന രീതിയിലായിരുന്നു പലരുടെയും പരിഹാസ കമന്റുകൾ. അങ്ങനെയുള്ളവരോടാണ് പറയുവാനുള്ളത്, വീഴ്ത്തണമെങ്കിൽ ആദ്യം തന്നെ വീഴ്ത്തിക്കോണം, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായക്കാരനെ. സൂര്യകുമാർ, പാണ്ഡ്യ, ബുംറ എല്ലാവരും വന്നിട്ട് അവസാനം സഞ്ജുവിനെ അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ ഇരട്ടിയായ സന്തോഷം തോന്നി. കുറഞ്ഞ സ്കോറിൽ സഹബാറ്റർമാർ ഓരോരുത്തർ പുറത്തായപ്പോഴും ഒരറ്റം കാത്തു സൂക്ഷിച്ച് സെലക്ടഡ് ബോളുകൾ ആക്രമിച്ച് കളിച്ച ഗംഭീരമായൊരു ഇന്നിംഗ്സ്. 54 പന്തിൽ സെഞ്ചുറി, സഞ്ജുവിന്റെ 5ാമത്തെ സെഞ്ചുറി. ശരിക്കും ഇന്നത്തെ ഇന്നിംഗ്സ് ഒരൊറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. മറുവശത്തുണ്ടായിരുന്ന ബാറ്റർമാർ ഓരോരുത്തരും പലപ്പോഴായി കളി മറന്നു. പക്ഷേ സഞ്ജു വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. താനാണ് ടീമിന്റെ അവസാനത്തെ പ്രതീക്ഷയെന്ന് മനസ്സിലാക്കി സഞ്ജു സാംസൺ വളരെ പക്വതയോടെ ഇന്നിംഗ്സ് മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അനാവശ്യ ഷോട്ടുകൾ കളിക്കാതെ അവസാനം വരെ മൈതാനത്ത് തുടരുവാനാണ് സഞ്ജു ശ്രമിച്ചത്. മാത്രമല്ല കൃത്യമായ സമയങ്ങളിൽ സ്കോർ കണ്ടെത്തുവാനും സഞ്ജുവിന് സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ടീമിനെ പൂർണ്ണമായും പുൾ ഓഫ് ചെയ്ത ഒരു കിടിലൻ ഇന്നിംഗ്സ്. വിമർശകരെ പോലും കൈയടിപ്പിച്ച ഗംഭീരമായ പോരാട്ട വീര്യം. സഞ്ജു 85 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ കളി അവസാനിക്കുവാൻ വെറും 6 ബോളുകൾ കൂടി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഗാലറികളിൽ മഞ്ഞപ്പട മുഴുവനും പ്രാർത്ഥനയിൽ മുഴുകുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. അതെ, സകല തമിഴന്മാരും ഒരു മലയാളി ചെക്കന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കാഴ്ച. സഞ്ജു സെഞ്ചുറി അടിച്ചേ മടങ്ങാവൂ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ക്രിക്കറ്റ് ദൈവങ്ങൾ കേട്ടു. സുലേഖ മൻസിൽ എന്ന സിനിമയിൽ ചെമ്പം വിനോദിന്റെ സമീർക്കയെ കുറിച്ച് വേറൊരു കഥാപാത്രം പറയുന്ന ഒരു പ്രത്യേക ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്: ഈ ഇക്കാക്കമാർ എന്ന് പറയുമ്പോൾ എന്തൊരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനാണ് അല്ലേ. എല്ലാവരുടെയും റോൾ മോഡൽ ആവണം, എല്ലാവരെയും നിയന്ത്രിക്കണം, എല്ലാവരെയും ചീത്ത പറയണം. ഇതൊന്നും ഇഷ്ടമല്ലെങ്കിലും ചെയ്തേ പറ്റൂ. ഉത്തരവാദിത്തം ഉപേക്ഷിക്കാൻ നോക്കിയാലും ഉത്തരവാദിത്തം ഇക്കാക്കമാരെ വിടൂല. ഇന്നത്തെ മുംബൈക്കെതിരെയുള്ള സഞ്ജുവിന്റെ കളി കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ ഡയലോഗ് തന്നെയാണ്. പതിയെ ഇന്നിംഗ്സ് പടുത്തുയർത്തി അവസാനം സ്കോർ ഉയർത്തുവാൻ പ്ലാൻ ചെയ്തിറങ്ങിയ ഋതുരാജ് ആ പ്ലാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങി. എന്തൊക്കെ സംഭവിച്ചാലും ഒരറ്റത്ത് നിന്ന് അടിച്ച് തകർക്കണം എന്ന നിർദ്ദേശം കിട്ടിവന്ന ശിവൻ ദുബെയും സർഫറാസും ബ്രേവിസും കോച്ചിന് നൽകിയ വാഗ്ദാനം പാലിക്കാനാകാതെ തിരികെ മടങ്ങി. കൂട്ടത്തകർച്ച വരാതെ ടീമിനെ കാത്ത് സ്വന്തം വിക്കറ്റ് വീഴാതെ പിടിച്ചു നിൽക്കുകയും അതോടൊപ്പം സ്കോർ ഉയർത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം ഒരിക്കൽ കൂടി അയാളെ തേടി വരികയാണ്. ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തുമ്പോൾ വേറെ വഴിയില്ലാതെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന സമീർക്കയെ പോലെ സഞ്ജുവും അവയെ സന്തോഷത്തോടെ പുണരുമ്പോൾ മുംബൈ ക്യാമ്പിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുകയായിരുന്നു. ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളറായ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെയും സാന്റ്നറെയും ഗസൻഫറെയും അശ്വിനി കുമാറിനെയും ആക്രമിച്ചും പ്രതിരോധിച്ചും അയാൾ തന്റെ ടീമിനെ 207 എന്ന പൊരുതാവുന്ന സ്കോറിലേക്ക് വലിച്ചടുപ്പിച്ചു.
അതും അവസാന ഓവറിലെ 16 റൺസിന്റെ അകമ്പടി വന്ന ഈ സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറിയോടുകൂടി. എടുത്തു പറയേണ്ട ഒരു കാര്യം, മുംബൈയുടെ ബൗളിംഗ് ഇന്നത്തെ മാച്ചിലെ ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ലൈനും ലെങ്ത്തും കൺസിസ്റ്റൻസിയും തീരെ ഇല്ലാതെ ഒരു പ്രഷർ മോമെന്റ്സ് പോലും സൃഷ്ടിക്കുവാൻ കഴിയാത്ത ബൗളിംഗ്. ഒരു വിധത്തിലും അവർക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനായില്ല. എന്തിനേറെ പറയുന്നു, ഫീൽഡിംഗ് പോലും അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ പടുകൂറ്റൻ സ്കോറിലേക്ക് എത്തി. 208 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈക്ക് ചെന്നൈയുടെ ബൗളിംഗിന്റെ മുമ്പിൽ മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയുവാൻ. അഖീൽ ഹൊസൈന്റെ മാന്ത്രിക സ്പിൻ മുംബൈ ബാറ്റിംഗ് നിരയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നിന്നത്. സൂര്യകുമാർ 36 റൺസും തിലക് 37 റൺസും എടുത്തു. മറ്റാർക്കും അവർക്ക് പിന്തുണ നൽകുവാനായില്ല. അഖീൽ ഹൊസൈൻ 17 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ നൂർ അഹമ്മദും അൻഷുൽ കാംബോജും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി പിന്തുണ നൽകി മുംബൈ ഇന്നിംഗ്സിനെ 104 റൺസിൽ തകർത്ത് തരിപ്പണമാക്കി. 103 റൺസിന്റെ ആധികാരികമായ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ചെന്നൈ നില മെച്ചപ്പെടുത്തി. സഞ്ജു സാംസൺ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. സഞ്ജുവിന്റെ ഫോം ചെന്നൈക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, പ്രത്യേകിച്ച് ധോണിയുടെ അഭാവത്തിൽ. ഈ വിജയം ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. ഇന്ന് മൈതാനത്ത് അവർ ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മുൻപോട്ടുള്ള നീക്കത്തിനായി ബാറ്റിങ്ങിനെ കുറിച്ച് റീതിങ്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബൗളിങ്ങിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇല്ലായെങ്കിൽ മുൻ ചാമ്പ്യന്മാർ വല്ലാതെ കഷ്ടപ്പെടും ഈ സീസണിൽ.